ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ കൈവല്യാസ്പദ ഗോവിന്ദ ശൈവപുരേശ്വര ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ. ഭീമസേനൻ്റെ അടി കൊണ്ടിട്ട് കീചകൻ്റെ ബന്ധുക്കളും വിരാട രാജാവിൻ്റെ കുറേ പടയാളികളും മരിച്ചുപോയി. ഏതാണ്ട് ഒരു 100ഓളം പേരുണ്ടാവും. എന്തായാലും ബല്ലവന് അവിടെ വലിയ പേടിയായി. എല്ലാ കാര്യങ്ങളിലും ഇയാൾ മുൻകൈ എടുത്ത് ഇറങ്ങിപ്പേർപ്പെടുന്നുണ്ട്. ആദ്യം ജീഭൂതനെ കൊന്നു. ഇപ്പോൾ കീചകൻ്റെ കുറേ ബന്ധുക്കളെയും പടയാളികളെയും ഒക്കെ കൊന്നേക്കണു. എല്ലാവർക്കും ഇതൊരു സംസാര വിഷയം തന്നെയായി ഈ ബല്ലവൻ്റെ കാര്യം. പാഞ്ചാലി കാലത്ത് ജലാശയത്തിൽ പോയി കുളിച്ച് മടങ്ങി വരുമ്പോൾ അടുക്കളയുടെ ഭാഗത്ത് കൂടിയാണ് വന്നത്. അവിടെ ഭീമസേനൻ ചട്ടുകൊക്കെ ആയിട്ട് ആ അടുക്കളയിലൊരു ചുമരും അങ്ങനെ ചാരി നിൽക്കണു. പാഞ്ചാലി കണ്ണുകൊണ്ട് തൻ്റെ കൃതജ്ഞത അദ്ദേഹത്തിനെ അറിയിക്കുകയും ചെയ്തു. ഈ അടുക്കളയുടെ അടുത്ത് തന്നെയാണല്ലോ നൃത്തശാല. നൃത്തശാലയിൽ ബൃഹന്തള കുട്ടികളെ നൃത്തം പഠിപ്പിക്കുന്നുണ്ട്. പാഞ്ചാലി വരണ കണ്ടപ്പോൾ എല്ലാവരും കൂടി ഓടി പാഞ്ചാലിയുടെ അടുത്തെത്തി. ബൃഹന്തള പാഞ്ചാലിയെ കെട്ടിപ്പിടിച്ച് തൻ്റെ അഭിനന്ദനമൊക്കെ അറിയിക്കുകയുണ്ടായി. കൂടെയുള്ള ശിഷ്യന്മാരൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ബൃഹന്തള സൈരന്ധ്രയോട് സുഖസൗകര്യങ്ങളും ചോദിച്ചു. വലിയൊരു ആപത്തായി പോയല്ലേ, അതിന് രക്ഷപ്പെട്ടത് ഭാഗ്യം തന്നെ എന്നും ബൃഹന്തള പറഞ്ഞു. ഇത് കേട്ട സൈരന്ധ്രി മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ, എന്നാൽ അർജുനന് മനസ്സിലാകാവുന്ന ഭാഷയിൽ തൻ്റെ പരാതികളൊക്കെ കേട്ടഴിച്ചു. ഞാൻ എങ്ങനെ ജീവിച്ചാൽ എങ്ങനെയായി എന്താ അല്ലേ, നിങ്ങൾക്കൊക്കെ സുഖമായിട്ട് ജീവിച്ചാൽ മതിയല്ലോ അല്ലേ, ആ ഭീമസേനൻ ഇല്ലെങ്കിൽ എൻ്റെ ഗതി എന്താവുമായിരുന്നു, നിങ്ങളൊന്ന് ആലോചിക്കേണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ പലതും ബൃഹന്തളയുടെ ശിഷ്യഗണം മനസ്സിലാക്കാത്ത വിധത്തിൽ സൈരന്ധ്രി പറയുകയും ചെയ്തു. സൈരന്ധ്രി തിരിച്ച് അന്തപുരത്തിലെത്തിയപ്പോൾ സുദേഷണ മഹാരാജ്ഞി പറഞ്ഞു, മഹാരാജാവ് പറഞ്ഞേക്കണു ഇനി താൻ ഇവിടെ നിൽക്കണ്ടാന്ന്. തൻ്റെ ഗന്ധർവ ഭർത്താക്കന്മാർ ഇനിയും വല്ല പ്രശ്നങ്ങളും ഉണ്ടാക്കുമോ എന്ന് പേടിയുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തിയായിരുന്ന സർവ്വസൈന്യാധിപനെ ആ ഗന്ധർവന്മാർ കൊന്നേക്കണു. ഇനി എന്ത് അനർത്ഥങ്ങളാണ് സംഭവിക്കുക എന്നറിയില്ല. അതുകൊണ്ട് ഉടനെ ഇവിടം കാലിയാക്കണമെന്ന് സുദേഷണ സൈരന്ധ്രിയോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സൈരന്ധ്രി നിലവിളിയായി. ഞാൻ ഈ തെരുവീതിയിലേക്ക് എങ്ങനെയാ ഇറങ്ങുക? എന്നെ സംരക്ഷിക്കാൻ ആരാളേ? എനിക്കൊരു 10-15 ദിവസം സമയം തരിക, കുറഞ്ഞതൊരു 12 ദിവസമെങ്കിലും തരിക. ഈ സമയം കൊണ്ട് ഞാൻ എൻ്റെ ഗന്ധർവ ഭർത്താക്കന്മാരെ അറിയിച്ച് അവരോട് എന്നെ ഇവിടുന്ന് മാറ്റാൻ പറയാം. അല്ലാണ്ട് മഹാറാണി എന്നെ ഈ തെരുവീതിയിലേക്ക് ഇറക്കി വിടരുത് എന്ന് നിലവിളിച്ച് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സുദേഷണ പറഞ്ഞു, ശരി 12 ദിവസം തരാം, അതിൻ്റെ ഉള്ളിൽ നീ ഇവിടുന്ന് മാറിക്കോളണം. അങ്ങനെ സമ്മതിക്കുകയും ചെയ്തു. ഈ സമയത്ത് ഹസ്തിനപുരം രാജധാനിയിൽ രാജ്യസഭയിൽ വലിയ ചർച്ച നടക്കുകയാണ്. പലരെയും പാണ്ഡവരെവിടെയാ അജ്ഞാതവാസം നടത്തണമെന്ന് അറിയാൻ വേണ്ടി വിടുകയുണ്ടായി. എല്ലാവരും തിരിച്ചു വരുന്നു. കാട്ടിൽ നിന്ന് പോയിട്ട് ഒരു വിവരമില്ല എന്നാണ് തിരിച്ചു വന്ന ചാരന്മാർ പറയണത്. അപ്പോൾ അവരെവിടെ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചാരൻ വന്ന് പറഞ്ഞു, വിരാട രാജാവിൻ്റെ സർവ്വസൈന്യാധിപനായ കീചകനെ ഒരു ഗന്ധർവൻ വധിച്ചിരിക്കുന്നു. പെട്ടെന്നാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് മാത്രമേ ഞങ്ങൾക്ക് പുതുതായിട്ട് പറയാനുള്ളൂ. ഈ സമയത്ത് അവിടെ സുശർമൻ എന്ന് പറഞ്ഞിട്ടൊരു രാജാവും ഉണ്ടായിരുന്നു. ഇത് കേട്ട ഉടനെ സുശർമൻ ചാടി എണീറ്റു. എന്നിട്ട് പറഞ്ഞു, ഈ സർവ്വസൈന്യാധിപനായ കീചകനായിരുന്നു വിരാട രാജാവിൻ്റെ ഏകഫലം.
ഈ കീചകനെ വെച്ച് അടുത്തടുത്തുള്ള ചെറിയ രാജ്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആക്രമിച്ച് ഭണ്ഡാരം മോഷ്ടിച്ചു കൊണ്ടുപോവുക എന്നുള്ളത് വിരാട രാജാവിൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ്. ഏതായാലും കീചകം പോയി. ഇനിയിപ്പോൾ വിരാട രാജാവിന് വലിയ ശക്തിയൊന്നും ഉണ്ടാവാൻ പോകില്ല. അതുകൊണ്ട് അയാളെ ആക്രമിച്ചാൽ ധാരാളം ധനം കിട്ടും. നിറഞ്ഞു കവിഞ്ഞ ഭണ്ഡാരാണ് അവിടെ. നിങ്ങളും കൂടെ കൂടുക. നമുക്ക് കിട്ടുന്ന ധനം പകുതിയായിട്ട് പങ്കുവയ്ക്കാം. ഇത് കേട്ട കർണനും ദുശാസനനും ഒക്കെ ദുര്യോധനോട് പറഞ്ഞു, ഇത് തന്നെ നമുക്ക് വിരാട രാജ്യത്തെ ആക്രമിക്കാൻ പറ്റിയ സമയം. അവിടുത്തെ ഉള്ളുകള്ളികളൊക്കെ അറിയണേ. തൃകർത്തൻ കൂടെയുള്ളത് കൊണ്ട് നമുക്ക് അതിന് ഒരുമ്പെടാമെന്ന് പറഞ്ഞു. അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, അതിന് പുറപ്പെടുന്നതിന് മുമ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാലേ അവിടുത്തെ പശു സമ്പത്തിനെ അങ്ങോട്ട് മോഷ്ടിച്ചു കൊണ്ടുവരിക. അതാണ് നമുക്ക് യുദ്ധം ചെയ്യാൻ ഒരു കാരണം ഉണ്ടാവുക. അതെല്ലാവരും അംഗീകരിക്കുകയും ചെയ്തു. ശരിയാണ്, പശു സമ്പത്തിനെ അഴിച്ചാൽ ഏത് രാജ്യമായാലും എതിർക്കാൻ വരും. അത് യുദ്ധം ചെയ്യാനുള്ളൊരു കാരണമായി തീരുകയും ചെയ്യും. എന്നാൽ അങ്ങനെ ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ച് തൃകർത്തൻ തൻ്റെ രാജ്യത്തേക്ക് മടങ്ങിപ്പോയി. അടുത്ത ദിവസം തന്നെ വമ്പിച്ച സൈന്യങ്ങളോട് കൂടിയിട്ട് ഞാൻ വിരാട രാജ്യം ആക്രമിക്കാൻ അവിടെ എത്താമെന്നും പറഞ്ഞിട്ടാണ് തൃകർത്തൻ പോയത്. നിങ്ങളും ഏതാണ്ട് ആ സമയം കണക്കാക്കി അവിടെ എത്തുമെന്നും പറഞ്ഞു. ഇവരും തീരുമാനിച്ചു. തൃകർത്തൻ അവിടെ എത്തുന്ന സമയത്ത് തന്നെ നമ്മളും അവിടെ എത്തിച്ചേർന്ന് അവിടുത്തെ ഗോശാല തകർത്ത് അവിടെയുള്ള പശുക്കളെല്ലാം കൊണ്ട് നമുക്ക് പോരാം എന്ന് തീരുമാനമെടുത്ത് സഭ പിരിയുകയും ചെയ്തു. ഭഗവാനെ, എല്ലാവർക്കും എല്ലാ അനുഗ്രഹാശിസ്സുകളും രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.